with living it in Vision Gallery. Hope you guys enjoyed the video. Yeah. Guys, good morning from Bali. അപ്പോൾ ഇന്ന് ഞാൻ ഒത്തിരി നാളായിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്ത് എന്താ പറയുക ധൈര്യമൊക്കെ സംഭരിച്ച് ചെയ്യാൻ പോകുന്നൊരു കാര്യമാണ് ടാറ്റു ചെയ്യാൻ പോകുക ആദ്യമായിട്ട്. എനിക്ക് കുറേ വർഷത്തെ ഒരു ആഗ്രഹമായിരുന്നു ടാറ്റു ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഒരിക്കലും എനിക്കൊരു ഞാൻ എസ്പെഷ്യലി ലൈക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നമ്മൾക്കിങ്ങനെ നല്ല ടാറ്റു പാർലേഴ്സൊക്കെ കാണുമ്പോൾ ചെയ്യണം എന്ന് തോന്നും, പക്ഷേ എനിക്ക് ധൈര്യം കിട്ടാറില്ല. പക്ഷെ ഫൈനലി ഞാൻ എന്തായാലും ഇന്ന് ടാറ്റു ചെയ്യാൻ തീരുമാനിച്ചു. നല്ലൊരു ആർട്ടിസ്റ്റിനെ കണ്ടുപിടിച്ചിട്ടുണ്ട്. സോ ഇവിടെ അതിൻ്റെ ഒരു ഹബ്ബാണല്ലോ, ലൈക്കിനോ ഒത്തിരി നല്ല ടാറ്റു ആർട്ടിസ്റ്റും ടാറ്റു പാർലേഴ്സൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. സോ എന്തായാലും ഇന്ന് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് പോവുകയാണ്. എന്താവുമെന്ന് എനിക്കറിയില്ല. ഞാൻ എന്താ ചെയ്യേണ്ടതെന്നും എനിക്ക് ഈ കുഞ്ഞ് ഭയങ്കര ചെറിയ എന്താ പറയുക ഈ ഫൈൻ ലൈൻ ടാറ്റൂസ് ഉണ്ടല്ലോ, അതാണ് എനിക്കിഷ്ടം. അപ്പോൾ അത് ഒന്ന് രണ്ട് ഡിസൈൻസ് ഞാൻ അങ്ങനെ നോക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ആ ആർട്ടിസ്റ്റിനോട് നേരത്തെ ഡിസ്കസ് ചെയ്തു എല്ലാം. സോ എനിക്ക് 12 o'clock അപ്പോയിൻമെൻ്റ് ആണ്. ഞാൻ പോവുക. വിഷ് മീ ലക്ക് ഗൈസ്. എനിക്കറിയത്തില്ല എന്താവും എന്നുള്ളത്. You don't even have to do too much. You can turn me on with just a touch, baby. I look around and since city's cold and empty, no one's around to judge me. I can see clearly when you're gone. And I said, ooh, I'm blinded by the lights. No, I can't sleep until I feel your touch. I said, ooh, I'm drowning in the night. Oh, but I like this. ഐലൻഡ് ഓഫ് ഗോഡ്സ് ഇങ്ക് എന്നാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. അഭിപ്രായത്തിൽ നമുക്ക് എന്തെങ്കിലും ചെറിയ ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മളത് ചെയ്യണം എന്നാണ്. പേടിയുണ്ടെങ്കിലും ലൈക്കിനോ ചെറിയ ചെറിയ ആഗ്രഹങ്ങളാണെങ്കിൽ ട്രൈ ആൻഡ് ഗെറ്റ് ഇറ്റ് ഡൺ. ബിക്കോസ് നമുക്ക് ഒരു ലൈഫ് ടൈമേ ഉള്ളൂ. അപ്പോൾ അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇങ്ങനത്തെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ ചെയ്യാം. ഓക്കെ, സോ എനിക്ക് പേടിയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ചെയ്യാൻ പോവാം. എൻ്റെ മനസ്സിൽ 2-3 ഐഡിയാസ് ഉണ്ട് കേട്ടോ. ഒന്നെനിക്ക് 2 കുഞ്ഞ് ബട്ടർഫ്ലൈസ് ചെയ്യണം എന്നായിരുന്നു ആഗ്രഹം. നമ്മുടെ അക്കയും ഇമൂനെ ഇഹിത്തിനെമാരെ റെപ്രസെൻറ്റ് ചെയ്യുന്ന 2 കുഞ്ഞ് ബട്ടർഫ്ലൈസ് ചെയ്യണം എന്നായിരുന്നു. ഒന്നീ ബട്ടർഫ്ലൈസ് അല്ലെങ്കിൽ സൺ ആൻഡ് മൂൺ റെപ്രസെൻറ്റിങ് ഈച്ച് ഓഫ് ദാം. സൺ ആൻഡ് മൂൺ ചെറിയ കുഞ്ഞ് ടാറ്റൂസ്. പിന്നെ എനിക്ക് ട്രാവൽ ഇഷ്ടമായതുകൊണ്ട് സംതിങ് റിലേറ്റഡ് ടു ട്രാവൽ ചെയ്യണം. അല്ലെങ്കിൽ എനിക്ക് കുഞ്ഞ് 2 ചെറീസ്, എനിക്ക് ചെറീസ് ഇഷ്ടമുള്ള ഫ്രൂട്ടാണ്. സോ അങ്ങനെ ക്യൂട്ടായിട്ടുള്ള എന്തെങ്കിലും ഒരു 3 ടാറ്റൂസ് ചെയ്യണം എന്നാണ് ആഗ്രഹം. പക്ഷേ ആദ്യത്തതിൻ്റെ പെയിൻ എത്രമാത്രം ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിരിക്കും ഞാൻ രണ്ടാമത്തെ മൂന്നാമത്തൊക്കെ ചെയ്യണം എന്ന് തീരുമാനിക്കുന്നത്. സോ ലെറ്റ്സ് സീ. സോ കിക്കി ഈസ് ഗോയിങ് ടു ബി മൈ ടാറ്റു ആർട്ടിസ്റ്റ്. നമ്മൾ കുറച്ച് ദിവസം കമ്മ്യൂണിക്കേറ്റ് ചെയ്തായിരുന്നു. യാ, സോ ഐ വാസ് ലുക്കിംഗ് അറ്റ് ഡൂയിങ് സംതിങ് ഫൈൻ ലൈൻ. So basically, one thing which I have in mind is like I have got twin children. Mm-hmm. Okay, so representing them, I wanted 2 small tattoos. Mm-hmm. So I was thinking of getting a moon and a sun done. Moon and the sun. Yeah. Okay. Or 2 butterflies, small, tiny butterflies. Mm-hmm. I think butterflies is Great. better. Yeah. 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 So what if I do 1 butterfly in black and 1 in red? Mm-hmm. That's good. But the red is there a chance for the red to fade out soon? Depends the color skin, and also the red is gonna be something like this. If the color skin we have similar, right? Yes, Yeah. yes. And the I'm red slightly darker. gonna be something like this. Uh-huh. Yeah. And the red is not really pop up like the color. Yeah. Yeah. So should I go for both black or Better, I yeah. also wanted a red tattoo. Mm-hmm. Like we are doing three of them, no? Mm-hmm. Yeah. So this will be considered as 1 or 2? Depends the size. Depends Small the ones. size. Really small. Maybe I'll try to print it out first, and and we'll see. I also wanted to get a small bunch of cherry. A cherry. A small bunch of cherry, like 2 cherries. Mm-hmm. If possible, that in like green and red. Mm-hmm. Yeah. So that is 1 tattoo. Mm-hmm. And this one has 1 tattoo?
or you will consider that? He is going to tell us as to how the pain is going to be like. My tattoos are going to be very, very small, right? Yeah. So how do you think, it's going to be like? So, according to my experience, like this one, my first tattoo that I got to, like a year ago, right? And I thought it's gonna be like so painful, but it's not a painful thing. Okay. Yeah. So it'll be fine. It'll be fine, right? Yeah. Okay, I'm trusting you. Okay. Okay. Yeah. So we have decided on something. Ad nokam endavum ennallathu. Yeah. Let's see. So how less painful my first tattoo is going to be, that is going to decide as to whether I should continue the second and third. Let's see. Okay. Thank you, Kiki. You're welcome. Yeah. So India is beautiful. Now that you know, you should try and visit. I will try to. Yes. Next year maybe. Yes, please. ഞാൻ കാമായിട്ടൊക്കെ ഇരിക്കുന്നെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിലും എനിക്ക് ചെറിയ പേടിയൊക്കെ ഉണ്ട് കേട്ടോ. No, it's like a village. It's like a village. Yeah, not big city. Yeah. But still, you have something for tourists to stay. Not much. Not much. Yeah, we have, but not much. Yeah. Even yesterday, I had seen a video where they were saying very high of Java. ശരിക്കും ടാറ്റു എന്താ പറയുക ഡിസൈൻ ചെയ്യുന്നത് എൻ്റെ മനസ്സിൽ ഞാനിങ്ങനെ വിചാരിച്ചിരുന്നതാണ് കേട്ടോ. ലൈക്ക് എനിക്ക് കറക്റ്റായിട്ടൊരു ഐഡിയ ഇല്ലായിരുന്നു ഇവരെങ്ങനെയാണ് ഇത് ഡിസൈൻ ചെയ്യുന്നതെന്നുള്ളത്. കാരണം ഞാനിങ്ങനെ ചില വീഡിയോസിലൊക്കെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഡ്രോ ചെയ്ത് പിന്നെ അതൊരു എന്താ പറയുക സ്റ്റെൻസിൽ പോലെയൊക്കെ ആക്കി അങ്ങനെയാണ് ടാറ്റു ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷേ ഇതങ്ങനെയൊന്നുമല്ല. ഇത് ശരിക്കും എന്തോ ഒരു സോഫ്റ്റ്വെയറിലൊക്കെ ഇട്ട് നമ്മൾ പറയുന്ന ഡിസൈൻ അവർ ട്രേസ് ചെയ്ത് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. ലൈക്ക് ഭയങ്കര പ്രിസിഷനിലാണ്. അപ്പോൾ അതിനകത്ത് ഒരു എന്താ പറയുക ഒരു ചെറിയ മിസ്റ്റേക്ക് പോലും ഉണ്ടാവില്ല. ആ രീതിയിലാണ് അത് ഭയങ്കര രസമായിട്ടാണ് അവർ ഡിസൈൻ ചെയ്തെടുക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ ബാലിയുടെ ക്ലോസറായിട്ട് വേറെ കുറേ നല്ല ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ ഈ ഐലൻഡ്സിനെ കുറിച്ചൊക്കെ ഈ കിക്കി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു. I've been trying to call. I read somewhere that it's going to be like a cat's scratch. Oh, okay. Yeah? Or will it be like more painful? I am making this like Depends the tattoo. If this one, I think it's like a cat scratch. Oh, okay. Not that. ഞാനിങ്ങനെ ഇതിൻ്റെ പെയിൻ ലെവൽ എത്രമാത്രം ഉണ്ടായിരിക്കും എന്നിങ്ങനെ ക്ലിയറായിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാനിങ്ങനെ എവിടെയോ കണ്ടു ലൈക്കിനോ ക്യാറ്റ് സ്ക്രാച്ച് പോലെ ആയിരിക്കും ഇങ്ങനത്തെ ടാറ്റൂസ് ഔട്ട്ലൈൻ ടാറ്റൂസ് ചെയ്യുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നതെന്ന്. അപ്പോൾ അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഒന്നും കൂടെ ഒന്ന് കൺഫേം ചെയ്യാൻ വേണ്ടി ഞാൻ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളി വലിയ പെയിനൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. April, so it's over. So I'll save for next year. It's cold and empty. No one's around to judge me. I can see clearly when you're gone. I said. അങ്ങനെ എൻ്റെ ഒരു ടാറ്റു ഡിസൈൻ ചെയ്യുന്നതാണ് ഈ കാണുന്നത്. സോ ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഇങ്ങനെ ഡിസൈൻ ചെയ്യുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് പുള്ളി എൻ്റെ വർക്കിനെ കുറിച്ചൊക്കെ ചോദിച്ചു. മേക്കപ്പ് എങ്ങനെയാണ് ലൈക്ക് എങ്ങനെയാണ് മേക്കപ്പ് പഠിച്ചത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചോദിച്ചു.
So when in So an academy, in reality, in practicing yeah, it. in academy they teach you the science behind what you're doing. So when you're learning that, it is easy to understand. Then you can work on any kind of skill, right? That's what. So whatever you learn from the best books. That's good one. That's good, right? That's a good one. Good, Yeah. right? Yeah. So I always tell everyone, like, invest only in, rather than setting up a good place that you can do later when your business catches up. You can always do it later. But when you're learning, do it from the best place. For investment for the next goals. Absolutely. Yeah. For the next 20, 30 years. Yeah, right. Keep updating. Right. Like, you can definitely do updation courses. Because you always tend to, like, go. Trends keep changing daily. Right. You can easily go out of out of context. Right. Or like. ഇതിപ്പോൾ അവർ ചെയ്യുന്നത് നമ്മൾ ടാറ്റു ചെയ്യുന്നതിന് മുമ്പേ അതിൻ്റെ ആ പാറ്റേൺ ഉണ്ടാക്കിയിട്ട് നമ്മളുടെ കയ്യിൽ അത് സ്റ്റിക്ക് ചെയ്യുന്നതാണ്. ഇനി ആ ഔട്ട്ലൈനിലാണ് അവർ ആക്ച്വൽ ടാറ്റു ചെയ്യാൻ പോകുന്നത്. I wish tattoo application was Just like as that. simple. As simple as that. Yeah. And where are you gonna be? Yeah. അപ്പോൾ ഇതിൽ കുറേ ഫാക്ടേഴ്സ് അവർ പറഞ്ഞു തരും കേട്ടോ. ലൈക്ക് നമ്മൾക്ക് ഏത് ഏരിയയിലാണ് ലെസ് പെയിൻഫുൾ ആയിട്ട്, നമ്മളിപ്പോൾ കയ്യിൽ തന്നെ പല ഏരിയാസിലും പല ലെവൽ ഓഫ് പെയിൻ ആയിരിക്കും. അതുപോലെ തന്നെ പെട്ടെന്ന് ഫെയ്ഡ് ആവുന്ന ചില ഏരിയാസ് ഉണ്ടായിരിക്കും. അപ്പോൾ അതൊക്കെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഏറ്റവും ബെസ്റ്റായിട്ട് ഇത് ലാസ്റ്റ് ചെയ്യുന്ന ഏരിയയിലായിരിക്കും അവർ സജസ്റ്റ് ചെയ്യുന്നത്. ഇവിടെ എന്ത് നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇൻറ്റീരിയേഴ്സൊക്കെ ചെയ്തൊരു ടാറ്റു സ്റ്റുഡിയോ ആണ്. നല്ല കംഫർട്ടബിൾ സീറ്റിങ്ങും അതുപോലെ തന്നെ നമ്മൾക്ക് ടാറ്റു ചെയ്യുന്ന സമയത്ത് അവർക്ക് പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ബെഡ്സും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. അങ്ങനെ ഫൈനലി ഐ എം ഗോയിങ് ടു ഗെറ്റ് ഇങ്ക്ഡ് ഗൈസ്. അപ്പോൾ എന്താ പറയുക, എൻ്റെ സ്ട്രെസ് ലെവൽ, ആങ്സൈറ്റി ലെവലൊക്കെ ഇങ്ങനെ പീക്കിൽ നിൽക്കുകയാണ്. I've been trying to call. I've been on my own for long enough. Maybe you can show me how to love. Maybe I'm going through withdrawals. You don't even have to do too much. You can turn me on with just a touch, baby. I look around and Sin City's cold and empty. No one's around to judge me. Yeah, Kiki, how much time will it take to heal? For fine line tattoos, it takes for about 1 week. Just 1 week? Yes, 1 week Yeah. for fine line. And after 3 days, you can apply the balm aftercare. or you Aftercare. can- Yeah, aftercare. Like Do I have to cling wrap it? Like, yeah, after For- the tattoo, I'll put yeah? the comfort. How long should I keep? You can give them like 3 days. 3 days? Yeah. So after that, after you take them, you can apply the balm aftercare. Balm aftercare, right? Okay. Cause I can see the sunlight up the sky. So I hit the road and overdrive, baby. Oh, the city's cold and empty. No one's around to judge me. I can't see clearly when So pretty. I'm blinded by the lights. No, I can't sleep until I feel your touch. Art. Now I become nail artist. Yeah, my nails have become red. She was under. Yeah, it's so pretty. I've been on my own for long enough. Maybe you can show me how to love. Maybe I'm going through withdrawals. You don't even have to do too much. You can turn me on with just a touch, baby. I look around and Sin City's cold and empty. No one's around to
Okay. And the cherry again. Yeah. ഇനി അവർ നമ്മൾ ചെയ്തേക്കുന്ന ടാറ്റൂസിൻ്റെ മുകളിൽ ക്ലിങ് റാപ്പ് സ്റ്റിക്കേഴ്സ് ചെയ്ത് വെക്കും. അപ്പോൾ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഫെക്ഷൻ ഒന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ്. അത് നമ്മൾ 3 days വരെ വെച്ചേക്കണം. I like the fire. I actually wanted fire also. I was thinking of fire. Is it? Yeah. It's beautiful. What's your name? Me? Tasha. Tasha. Yeah, what's your name? Vishu. Vishu, yes. Nice to meet you. Thank you. Nice to meet you too. And then Do subscribe to my channel. Make the subscribe, okay? Subscribe. are you YouTuber? Hmm? Are you YouTuber? A little bit, like, very small YouTuber. That's nice. Gonna get big one day. Hmm? Gonna get big one day. Yeah. Yeah? Yeah, for sure. All of us. All of us are going to get big one day. Yeah, thank you. Thank you so much, Kiki. You're welcome. Yeah. And do come to India, all of you. Thank you. Yes, absolutely. Hey, so I traveled all the way from India to Bali to get these tattoos done because it's been my long-term dream to have gotten a tattoo done because I was really skeptical about the pain aspect of it, so I was always reluctant to get it done. And finally, I've made up my mind. I went through Kiki's page on Instagram and I was like super impressed with the kind of work that he do. And here I am, like, came here for 3 tattoos, ended up getting like 4 of them. So this is basically a cherry. I always wanted a cherry tattoo. There's no particular reason why I chose to have a cherry tattoo done, but it has come out really beautiful. I hope you see the photos. And these are 2 tiny butterflies which represent my twins. The red one is my girl twin, who is Imara, and the other one is my boy, who is Ihith. So, and basically this is to represent my love for travel. I travel very often. I create travel content for YouTube. So this is love travel. Thank you all. I love the service. Kiki is the best. If you're coming down to Bali, please do consider getting a tattoo done with him. I'm sure he's the best. Thank you. Thank you. Yep. Thanks. Yeah, tell me, Kiki, have you ever had a client who is as scared as I am? Basically, it's okay to be like fussy or something like that. Okay. Because your tattoo is gonna stay forever. Yeah, true. And It's like a part of your story, right? Yeah, right. And you gotta need to know or research first before you getting the tattoo. Why Yeah. you got that and what is the meaning for Yeah. the designs. And like yours, you got 2 butterflies here represent for your kids. Yes. Yeah. These. The black and the red one. Yeah. And the love heart and the plane. Yes. That's represent because you love Traveling. traveling Yes. a lot. Yeah. Do your research first before getting tattooed. Yeah. And why. You should have clarity in your mind as to where and what kind of tattoo you want to Right, go for. Right. Exactly. Rather than, coming to the tattoo place and getting confused. Right, Yeah, right, with right. so many options. Just make sure first. Yeah. At least one day before the appointment. Absolutely. Yeah. Yeah. And I would also like to say that, when you come to a place like Bali, you tend to find a lot of tattoo artists around, right? Like, you end up seeing hundreds of them. Yeah. In fact, there's so many tattoo studios, Right. artists, and you don't know where to go. Right. So what I would suggest is do a proper research, go through Instagram pages Exactly. of artists, Yeah. more than going for a fancy tattoo studio. Right. It's always better to go for the
I mean, it's not like, you go to a fancy studio and you get the best artist. You should see their work first. Yeah, right. Try to understand whether your requirement. See, my requirement may not be yours, right? Like, some people would want to go for very, very fancy. So there can be artists who are good at it. Right. But see, what I wanted, I found Kiki was the best artist Thank who you. could do something which I wanted. Yeah. So make sure that you find the right artist more than going for a fancy studio. So I Yeah. had the best of my Yeah, experience. you Thank you research so much. for what style you want to get and research for the artist's works too. Also the For- safety for- concerns, like Right, exactly. I did speak to Kiki before Yeah. coming here about the safety aspects and how well he presents the safety part. Yeah. The So I important was like things. super convinced Yeah. about that part. The important things. Yeah. Yeah. Thank you. Thank you so much. Thank you so much. Thank Bye you for bye. watching Come the to video. India. Come to India. അങ്ങനെ നമ്മളുടെ ടാറ്റു ചെയ്തതിൻ്റെ ആ ഒരു ക്ഷീണമൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ട് നല്ല ഇന്ത്യൻ ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞിട്ട് സ്പൈസ് ജേർണി എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻറ്റിലേക്ക് വന്നേക്കാണ്. ഇതൊരു മലയാളി ഓണർ നടത്തുന്ന ഒരു റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ. ഇവിടെ മീൻകറിയും നമ്മുടെ കപ്പയോ അങ്ങനെ എന്തൊക്കെയോ കുറേ കേരള പൊറോട്ട അതൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഓർഡർ ചെയ്തത് ചിക്കൻ ബിരിയാണിയാണ്. നല്ല ബിരിയാണിയായിരുന്നു. ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ് ദിസ് വീഡിയോ. എൻ്റെ ടാറ്റൂസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങളൊക്കെ ടാറ്റു ചെയ്തിട്ടുണ്ടോ? അപ്പോൾ നിങ്ങളുടെ ടാറ്റു എക്സ്പീരിയൻസ് എന്താണെന്ന് എൻ്റെ അടുത്ത് അറിയിക്കുക. സോ സ്റ്റേ ട്യൂൺഡ്. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ വന്ന് സബ്സ്ക്രൈബ് ചെയ്യൂ. അപ്പോൾ ടേക്ക് കെയർ. ലവ് യു ഗൈസ്. ബൈ.